ഹായ് ഓൾ. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പേജിനേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് പേജിനേഷൻ? പേജിനേഷൻ ആക്ച്വലി നമുക്ക് ഒരു ഡാറ്റ, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടു ഡു ആപ്പിനകത്ത് എത്ര ഡാറ്റ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡാറ്റ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ കുറച്ചധികം ഡാറ്റ ആഡ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് നെയിം നോക്കണ്ട, ഞാൻ സെയിം നെയിമിൽ തന്നെയാണ്. ജസ്റ്റ് പോസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ക്രിയേറ്റ് ആവും. ഞാനൊരു കുറച്ചധികം ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഒക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ആ ഡാറ്റ നമ്മൾ 1 by 1 ആയിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ അങ്ങനെ കുറേ മെക്കാനിസം യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു റിസൾട്ട് ഒരു പേജിൽ കാണിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പേജിൽ ഇത്രയൊക്കെയല്ലേ നമ്മൾ കാണുള്ളൂ. പിന്നെ ഒന്നില്ലെങ്കിൽ നെക്സ്റ്റ് അടിക്കും, അല്ലെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകും. ആ ഒരു രീതിയാണ് നമ്മൾ സാധാരണ കണ്ടിന്യൂ ചെയ്ത് വരാറ്. അപ്പോൾ നമുക്ക് ഒരു മില്യൺസ് ഓഫ് ഡാറ്റ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് കാണാനും പറ്റില്ല. നമുക്ക് ഒരു ഈ വ്യൂ ഉണ്ടാവും. ഈ വ്യൂവിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ യൂസേഴ്സിന് ആവശ്യമുള്ള ഡാറ്റ എടുത്തു കൊടുക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് വെക്കും. അതായത് ഒരു പേജിൽ ഇത്ര എണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രയോജനം എന്ന് വെച്ചാൽ സെർവറിന് അത്രയും ലോഡില്ല. അപ്പോൾ ഇയാൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഡാറ്റ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സെർവറിലുള്ള കംപ്ലീറ്റ് ഡാറ്റ എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു പോർഷൻ കൊടുക്കുക. ഓക്കെ, ഇയാൾക്ക് വേണ്ട ഡാറ്റ ഇന്ന് കിട്ടില്ലെങ്കിൽ ഇയാൾ ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിച്ചോളാം. അപ്പോൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത ഡാറ്റ ലോഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേജിനേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതൊക്കെ ഓൾറെഡി ജാങ്കോന്റെ റെസ്റ്റ് ഫ്രെയിംവർക്കിൽ ബിൽഡിൻ ആയിട്ടുള്ളതാണ്. നമുക്കൊന്നും അവിടെ ഒരു വർക്കും വരുന്നില്ല. വളരെ ഈസിയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര ഡാറ്റ ഉണ്ട്, ഒരു ഒബ്ജക്റ്റ്, 2 ഒബ്ജക്റ്റ്, 3 ഒബ്ജക്റ്റ്, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, നമ്മൾ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ ഇതേ +4 എന്നായിരിക്കും. ഓക്കെ, ടോട്ടൽ 44 ഡാറ്റ ഉണ്ട്. 44 ഡാറ്റയിൽ നമുക്കിതൊരു ഇത്രയും ഡാറ്റ നമുക്ക് വെറുതെ കാണേണ്ട ആവശ്യമില്ല. നമുക്കൊരു ലിമിറ്റഡ് ആയിട്ട് ഒരു 10 നമുക്കൊരു വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. 10, 12, 14 അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു ഡിസൈനിനനുസരിച്ചുണ്ടാവും നമുക്ക്. അപ്പോൾ അതിന് അത്രയും ഡാറ്റ ലോഡ് ചെയ്താൽ മതി. അപ്പോൾ സെർവറിനും നല്ല എഫേർട്ട് കുറവാണ്. ചെറിയൊരു പോർഷൻ മാത്രം കാണിച്ചാൽ മതി. കംപ്ലീറ്റ് ഡാറ്റയും കുറേ ചെയ്തെടുത്തിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ജാങ്കോന്റെ settings.py എന്നുള്ള ഫയലിൽ അതിലേക്ക് പോവാം. ഈ സംഭവം അങ്ങനെ വരാൻ വേണ്ടിയിട്ട് Ctrl+E നക്കി കഴിഞ്ഞാൽ അങ്ങനെ വരും. നമുക്ക് പേജിന്റെ നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ടാണ് Ctrl+E. ഓക്കെ, എന്നിട്ട് settings.py എന്ന് കൊടുക്കുക. ഇതിൽ എവിടെ കൊടുത്താലും വേണ്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ ഡിഫോൾട്ട് പേജിനേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീ ആണ് കൊടുക്കേണ്ടത്. ഇതിൽ കുറേ ഉണ്ട്. നമുക്കിപ്പോൾ ഡിഫോൾട്ട് പേജിനേഷൻ പറഞ്ഞിട്ടുള്ള ക്ലാസ് മാത്രം നോക്കിയാൽ മതി. 1 by 1 ആയിട്ട് പഠിക്കല്ലേ. ഡിഫോൾട്ട് പേജിനേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ വാല്യൂ പേജ് നമ്പർ പേജിനേഷൻ അല്ല, ലിമിറ്റ് ഓഫ്സെറ്റ് പേജിനേഷൻ എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ പേജ് സൈസ് എന്നുള്ളൊരു കീ ഉണ്ടാവും. അതിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ 10 കൊടുക്കാം. എന്താണത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മുടെ ഓൾറെഡി ഉള്ള ഡാറ്റ നോക്കുക. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാലോ, ഒരു അറേക്കകത്ത് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് അങ്ങനെ പോകുന്നുണ്ട്, എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് റെസ്റ്റ് ഫ്രെയിംവർക്കിൻ്റെ ഡിഫോൾട്ട് പേജിനേഷൻ ക്ലാസ് ഒന്ന് സെറ്റ് ചെയ്ത്, ഓക്കെ, അതിൻ്റെ പേജ് സൈസ് ഇതും കൊടുത്ത്, ഇനി എന്താണ് ഇവിടെ ഗെറ്റ് അടിച്ച് കഴിഞ്ഞാൽ വരിക നോക്കാം. ഇവിടെ കണ്ടോ കൗണ്ട് 36 എന്നുള്ള കൗണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തത് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് ഓരോന്നും ഡിലീറ്റ് ഒക്കെ ചെയ്തില്ലേ, മേ ബി അതായിരിക്കും. അപ്പോൾ 36 ഒബ്ജക്ട്സുകളുണ്ട്, അല്ലെങ്കിൽ അത്രയും ഡാറ്റ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്നുള്ളൊരു URL വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം.
എന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പം എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് ID ലിമിറ്റ് ഓഫ്സെറ്റ് ഇങ്ങനെ കുറച്ച് കീസ് ഒക്കെ ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റി കൺസേണേ ചെയ്യേണ്ട. ഇതൊക്കെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ് ഈ ഭാഗങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. അവർക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു URL ലോഡ് ചെയ്യണം. ആ ലോഡ് ചെയ്യേണ്ട URL ആണിത്. അങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നേരത്തെ കണ്ടതിന് ശേഷം ബാക്കി വരുന്ന കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി പ്രീവിയസ് പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുമ്പോൾ നോക്കിയാൽ മതി. എന്നിട്ട് ഓക്കെ, ഇപ്പൊ പ്രീവിയസ് പേജിലേക്ക് പോയി. ഈ പേജ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ഈ പേജും. 2 നിന്ന് തുടങ്ങി 14 വരെ കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഇവിടെ. അതേപോലെ തന്നെ 2 നിന്ന് തുടങ്ങി 14 വരെ കാണിച്ചു. ഇവിടെ നോക്കി, ഇനി പുറകിലോട്ട് പോകാനില്ല. അതുകൊണ്ട് പ്രീവിയസിന്റെ വാല്യൂ എന്താണ്, നൾ എന്നാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ URL ആണ് നെക്സ്റ്റിൽ വരുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പോർഷൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റെസ്റ്റ് ഫ്രെയിംവർക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് പേജിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം ഫീച്ചർ നമ്മൾ അഡ്മിനിൽ ഉണ്ടാവും കേട്ടോ. നമുക്ക് അതിനെ പറ്റിയൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അഡ്മിനിൽ ഓൾറെഡി ബിൽഡിനായിട്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ 36, ഇവിടെ 100 ഒക്കെയാണ് കാണിക്കാറ്. ഓക്കെ, ഇവര് ഈ ജാങ്കോന്റെ അഡ്മിനൊക്കെ ഓൾറെഡി മാനേജഡ് ആണ്. ഇവര് ഓൾമോസ്റ്റ് 100, ഇവർക്ക് ബൈ ഡിഫോൾട്ട് 100 ആണെന്ന് തോന്നുന്നുണ്ട്. 100 50. അപ്പോൾ അതിൽ അപ്പുറത്തേക്ക് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, താഴെ ഇവിടെ പേജിനേഷന്റെ സെറ്റപ്പ് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇത് ടു ഡു ആപ്പിന്റെ പേജിനേഷനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. നമുക്കിപ്പോൾ ഓരോ യൂസർ, ഇതിപ്പോൾ ഏത് യൂസറിന്റെ എന്നുള്ളൊരു വ്യൂവിലൊന്നും അല്ലല്ലോ, എല്ലാവരും ജസ്റ്റ് ആഡ് ചെയ്യുക. ഞാനും യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ടു ഡു ആഡ് ചെയ്യുന്നുണ്ട്, വേറെ ആരെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അവരെ ടു ഡു വരുന്നുണ്ട്. നമുക്കിനി ഇത് എന്ത് ചെയ്യണം, യൂസർ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽസ് ടു ഡു ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.